ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചപ്പാത്തിയും ദോശയും ഇഡ്ഡലിയും വെള്ളയപ്പത്തിനും ഒക്കെ ഇത് മതി കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ മരച്ചീനി കപ്പ എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊള്ളി പൂളക്കിഴങ്ങ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് സാധാരണ സ്റ്റൂ പോലെയല്ല, അതിനേക്കാൾ ടേസ്റ്റിയും കുറച്ച് വ്യത്യസ്തവുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യണം കേട്ടോ സ്റ്റൂ എപ്പോഴും. ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി, ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. കളറൊന്നും മാറണ്ട, എന്നാൽ സോഫ്റ്റ് ആവണം. പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ഒന്ന് മാറി, പച്ചമണമൊക്കെ മാറി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പച്ചക്കപ്പയാണ് കേട്ടോ, വേവിച്ച കപ്പയല്ല, പച്ചക്കപ്പ നമുക്കിതിലിട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഈ വെളിച്ചെണ്ണയും ഉള്ളിയും കൂടി ഇല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലാവശ്യത്തിന് വേവിക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പ മൂടുന്ന വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരായെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേവട്ടെ. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടിയിട്ടുണ്ട്. വെള്ള കളർ ഇവിടെ ഒരാൾക്കും ഇഷ്ടമല്ല, അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ നമ്മുടെ സ്റ്റൂന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് അരയ്ക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ, അതായത് ഈ ബ്ലെൻഡർ നിറയെ ഇടേണ്ട ആവശ്യമില്ല. ഒരു 3 പച്ചമുളക്, എരിവ് നിങ്ങൾക്കനുസരിച്ചിടാം കേട്ടോ. ഇതിൽ ചുവന്ന മുളക് ഇടരുത്, പച്ചമുളക്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഫുള്ള് സ്മൂത്ത് പേസ്റ്റ് ആവരുത്, നന്നായി ഒന്ന് അരച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. കുറച്ച് തരി ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പയും ഉള്ളിയും കൂടിയുള്ളത് എങ്ങനെയായി, അത് വെന്തോന്ന് നോക്കാം. ഇതിങ്ങനെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെ നന്നായി ഒന്നും കൂടി വെന്തോ എന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി അമർത്തി അതിനെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. ഇതിനെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് യോജിപ്പിക്കുക. നന്നായി കപ്പയും ഉള്ളിയും വേവണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഇത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിന് എല്ലാറ്റിനും പറ്റിയൊരു സ്റ്റൂ ആണ് കേട്ടോ. ആ വെള്ളയപ്പത്തിനും ഒക്കെ കഴിക്കാം ഈ സ്റ്റൂ. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് തിളച്ച് ഇതാവാനൊന്നും പാടില്ല. തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഉണ്ടാവണം. ഉപ്പ് പോരായിരുന്നുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്ന് നന്നായി തിളച്ച് തന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തെളിച്ച് ഇതിനൊന്ന് അടച്ച് വയ്ക്കാം. ഇത് തുറക്കുമ്പോഴുള്ളൊരു മണം അസാധ്യം തന്നെയാണ് കേട്ടോ. ഇതൊരു നാടൻ ഡിഷാണെങ്കിലും സൂപ്പർ ടേസ്റ്റുള്ള ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ കറി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത്രയും ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.